ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ടേക്ക് പോകണം. ഇന്ന് ഇല്ല, ഉച്ചക്കില്ല, എനിക്ക് ഉച്ചക്ക് ചോറ് വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. കൂടെ പിന്നോളണം, പറഞ്ഞോളണം, കമന്റ് ഇട്ടോളണം. ഗുരു ശിഷ്യനും കൂടി ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. അല്ലാന്ന് നിങ്ങൾക്ക് അവരൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് വിഷമില്ലേ? തിരിങ്ങട് തിരി കോഴിവാല് മാത്രം കാണിക്കല്ലേ. വിഷമില്ലേ? എന്തിന് പറ, എന്തിന് വിഷമം? എവിടെ പോകുന്നതായിട്ട്? വേറൊന്നല്ല, പിന്നെ മലക്ക് പോകുന്നതായിട്ട് വിഷമില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടാ. കൊല്ലത്തിലും മലക്ക് പോകുന്ന ഒരാളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മുടങ്ങിയിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ട്? ഇക്കൊല്ലം അതിന്റെ ആവശ്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വ്രതമൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് ഇക്കൊല്ലം ക്യാൻസൽ അടിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ ഡിസംബർ 25 നമ്മളവിടെ ഗുരുസന്നിധിയിൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടാ. കൊല്ലത്തിന് മാലയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് മാറ്റാം. ശിഷ്യന്മാരാണ്. ഗുരുസ്വാമി നേരത്തെ അവിടുന്ന് വിളി വന്നു, അവരുടെയൊക്കെ വിളി വന്നു. അതുകൊണ്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. വൈകുന്നേരം ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ പോയിട്ട് എപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക്? ഇത് കൊല്ലത്തിലുള്ള പരിപാടി കേട്ടോ. മാല ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരു പോക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇല്ല. അവിടെ എനിക്ക് പിന്നെ ചോറും കറി ഉണ്ടാക്കണ്ട, അത് വലിയ ലാഭം തന്നെ. ഈ അയ്യപ്പന്റെ പ്രത്യേക അങ്ങനെ ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഭജൻസ് അങ്ങനെ മറ്റേ ഇത് ഇപ്പോഴാണ് കുറച്ച് നമ്മളെ വാഴത്തലൊക്കെ വെച്ചിട്ട് നല്ല സംഭവം ആക്കലുണ്ടായിരുന്നു. ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും വാ, പുറത്തോട്ട് പോവാം. നമുക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ല എന്നാ പിന്നെ വേഗം വിട്ടോ. ഉച്ചക്കുണ്ടെങ്കിൽ വിളിച്ച് പറയണം, ഇല്ലെങ്കിൽ അരി ഇടൂല. അപ്പോൾ അല്ല ശരിക്കും നിങ്ങൾ എത്ര വർഷമായി മാലിടുന്നത്? എന്റെ ഒരു ഓർമ്മ വെച്ച് നിങ്ങൾ മറ്റേ പട്ടം പോയിട്ടുണ്ട്, തെങ്ങോട്ട് പോയിട്ടുണ്ടാ? നിങ്ങളല്ലേ എന്ന് പറഞ്ഞത് 18 വർഷമാവും തെങ്ങോട്ട് പോകുന്നത്. 18 വർഷം അതൊന്നും ഓർമ്മയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ഞാൻ വന്ന കാലം മുതലേ പറയുന്നുണ്ട് 18 വർഷമായിന്ന്. ഇപ്പോഴും പറയുന്നത് 18 വർഷം ആവുന്നേ ഉള്ളൂ. അതെ, അങ്ങനെ തന്നെയാ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ 10-25 വർഷം ആയിട്ടുണ്ടാവും തോന്നുന്നല്ലേ? 20 വർഷം എന്തായാലും. അപ്പൊ ഗുരുസ്വാമി ആയി നിങ്ങള്. അങ്ങനെയല്ല, ഈ ഗുരുസ്വാമി ആയാലൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മള് ഗുരുസ്വാമി ആയാലല്ല. അതൊക്കെ ഗുരുത്തം വേണം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. അങ്ങനെ അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. താഴ്വഴിയൊക്കെ കിട്ടേണ്ട ഒരു സംഭവമാണ് ഈ ഗുരുസ്വാമി പദമെന്നെല്ലാം പറഞ്ഞു. 2 സുപ്രഭാതത്തിൽ പോയി വേഗം ഗുരുസ്വാമി ആയത്. പിന്നെ ഗുരുസ്വാമി ആകാനാണ് നല്ല താല്പര്യം. നമുക്ക് എന്തൊരു ചിന്നസ്വാമി ആയിട്ട് നിൽക്കാനാണ് താല്പര്യം. പെരിയ സ്വാമിയാ മണികണ്ഠ സ്വാമിയാ അതിന്റെ ഈ സ്വാമിയാരപ്പുറം നിൽക്കുമ്പോ നമുക്ക് അതാണ് സ്വാമിയാരെ കൂടെ ഇതുണ്ടോ എങ്ങനെ അവരൊരു പുഷിങ് ഉണ്ട്. അവരിങ്ങനെ പ്രഷർ ചെയ്തോണ്ടിരിക്കാണ്. മാലിട് അതിന്റെ ഒരു വിഷമം ഉണ്ട്. നല്ലോണം മുഖത്ത് കാണുന്നില്ലേ? അതുണ്ടാവിടെ നമ്മളങ്ങനെയാണ്. ഇത്രയും വർഷം നമ്മൾ ചെയ്ത സംഭവല്ലേ. അതെ, അതുകൊണ്ട് 40 ദിവസം എന്ന് പറഞ്ഞാല് അത് ഒരു പ്രത്യേക മണ്ഡലം. അപ്പൊ എന്തായാലും നമുക്ക് ഇവരിപ്പോ ഒന്ന് പോയിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വരട്ടെ. അപ്പൊ വൈകുന്നേരം ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. എന്റെ ഗുരുസ്വാമിന്റെ അച്ഛൻ ഗുരുസ്വാമി പുള്ളി അതിങ്ങനെ അവര് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങ് ആണ്ടാണ്. അപ്പൊ എല്ലാ വർഷവും 25-ന് അത് മണ്ഡല മാസം അല്ലെ, നവംബർ 25-ന് അവിടെ ഒരു പരിപാടി ഉണ്ടാവും. അപ്പൊ എന്തായാലും ചെറിയ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ അന്നദാനം ഉണ്ടാവും. പച്ചക്കറി ബിരിയാണി, 2 ചിന്നസ്വാമിന്റെ ഇതുണ്ട്, വിത്തളവൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും വൈകുന്നേരം ഞങ്ങളും എന്തായാലും പോവും. ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ. അപ്പൊ എന്തായാലും പോയിട്ട് കാണാം, വൈകുന്നേരം കാണാം. അപ്പോൾ വിളിക്കാം. ഉച്ചക്ക് ഉണ്ടാവുമെങ്കിൽ വിളിക്കണം, ഇല്ലെങ്കിൽ അരി ഇടൂല. അതാണ് അവരെന്നാലും നിങ്ങളവിടെ പിടിച്ചു നിർത്തും. എന്നാ വിട്ടോ. അപ്പം എന്തായാലും നവിയപ്പടെ കാര്യം എന്തായാലും സംശയമാണ് കേട്ടോ. ഇന്ന് ഉച്ചക്ക് എന്തായാലും ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം ഭയങ്കര സംശയം തന്നെയാണ്. അപ്പോൾ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ ആണുങ്ങൾ എവിടെയെങ്കിലും പോയി അവിടേക്ക് എന്തെങ്കിലും ഉച്ചക്കൊക്കെ ഭക്ഷണമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ. എന്താണ് വേറെ ഒന്നല്ല കേട്ടോ, മടിയുണ്ടായിട്ടല്ല, അവർക്കാണല്ലോ നമ്മൾ ഇതൊക്കെ ഒപ്പിക്കുന്നത്. അപ്പം അവരിന്ന് ഇല്ല, ഉച്ചക്കില്ല, എനിക്ക് ഉച്ചക്ക് ചോറ് വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. എന്നാൽ പിന്നെ നമ്മളെ പ്ലാനിങ് ഒക്കെ തുടങ്ങി. ഇങ്ങനെ
തക്കാളി വാട്ട, ചമ്മന്തി ഇറക്കാം, അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി ആക്കാം, അല്ലെങ്കിൽ മുട്ട വറക്കാം. ഇങ്ങനെയുള്ള എളുപ്പ വഴികളൊക്കെ നമ്മൾ ലേഡീസ് കണ്ടുപിടിക്കും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞ സത്യമാണ്. ആരാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുള്ളത്? ആരും ഉണ്ടാവില്ല. അധികം മുട്ട വറുത്തിട്ട് ചോറ് തിന്നിട്ട് വിശപ്പടക്കും അത്രയാണ്. അപ്പം ഞാനും ഇങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ. മുട്ട വറുക്കണോ തക്കാളി വാട്ടണോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഓടിക്കയറി വന്നാലും. അപ്പോൾ എന്തായാലും മീനൊക്കെ മുറിച്ച് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും ഉള്ളൂ ഇനി. ഞങ്ങളാകുമ്പോൾ എന്തെങ്കിലും ഡൈപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെ മിനിച്ചൊക്കെ പോകാമല്ലോ. വൈകുന്നേരം എന്തായാലും അവിടെ പച്ചക്കറി ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഏകദേശം ഒരു ഡീലായി. എന്തോ ഒരു സന്തോഷം സമാധാനം. അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടാ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാൻ മാത്രമായി പോവോ? ഒറ്റപ്പെട്ടു പോവോ? അല്ലെങ്കിൽ കൂടെ പിന്നോളണം, പറഞ്ഞോളണം, കമൻറ്റ് ഇട്ടോളണം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ കേൾക്കുമ്പോൾ ചോദിക്കാൻ കണ്ട നീ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കുരിഷ്ട ചിന്തിക്കുന്നതെന്ന് പറയും. കമൻറ്റ് ഇട്ടണേ. അപ്പം എന്തായാലും വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും. അപ്പോൾ ഞാൻ തക്കാളിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം കാണാമല്ലോ. എവിടെയാണ് ഇങ്ങനെ നടക്കണേന്ന് കഴിഞ്ഞില്ലേ? രാവിലെ മുതൽ ഇറങ്ങിയതാണല്ലോ. ഞങ്ങൾ ഇവിടെ മാറ്റിയിരിക്കുകയാണ് അങ്ങോട്ട് വരാൻ. നിങ്ങളെ പരിപാടി കഴിഞ്ഞാ? ഉച്ചക്ക് സദ്യ വിളക്ക് വെക്കുന്നുണ്ട്. ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ടേക്ക് പോകണം. കുറച്ചും കൂടി ഇട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പണ്ട് പറ്റൊക്കെ ഇതിനൊക്കെ പോകുന്ന പോലെ അല്ലേ, നാടകത്തിനൊക്കെ പോകുന്ന പോലെ. പണ്ടത്തെ ആ ഒരു സംഭവമൊക്കെ അല്ലേ, നാടകത്തിന് വെക്കും. അരങ്ങാന്നപ്പം ഞാനൊക്കെ ഉണ്ടല്ലോ. ഞാനെല്ലാം പണ്ട് നമ്മളെ മുബീൻ്റെ വീടിൻ്റെ ഇതിൽ ഞാൻ പണ്ടില്ലേ ഒന്നാമത്തെ ബെല്ലോട് കൂടി ഞാൻ ഉറങ്ങും. ലാസ്റ്റ് അമ്മ വിളിക്കുമ്പോഴാണ് എണീക്കല്. എന്തേ എണീക്ക്, നാടകമൊക്കെ കഴിഞ്ഞ് എണീക്ക് എന്ന് പറയും. അപ്പാണ് ഞാൻ എണീക്കല്. ഇനി വെക്കത്തോട്ടെ നന്ദു പൊട്ട് കേട്ടിട്ട് പൊട്ട് കേട്ടിട്ട് നന്ദു നിൽക്കാൻ പറ്റുന്നില്ല. അത് ചെറുപ്പത്തിലേ മുട്ടാനിരിക്കും അല്ലേ ഇപ്പം അന്നൊരു കൈ ധരിക്കുന്നുണ്ടാ? പാട്ട് കേട്ടിട്ട് അങ്ങ് ഇറങ്ങിയതാട്ടാ. തുടങ്ങി മഹാകാളി
നൂനം സുരസൈന്യനാദം സപ്പോർട്ട് ചെയ്തോട് ഒന്ന് ഡാൻസെല്ലാം കളിച്ചോട് സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ സ്വാമിയല്ലാതൊരു ശരണമില്ല സ്വാമി നിന്നെ കാണാനായി വരുന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ല സ്വാമി നിന്നെ കാണാനായി വരുന്നയ്യപ്പ ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദം ഹരിവിവർദ്ധനം നിത്യവർദ്ധനം ഭരണലോകം അരുണപാസുരം ഭൂതനായകം ഹരിഹരാമം ദേവമാശ്രയേ സത്യകം പ്രാണനായകം പ്രണവപദം സുഖവാചികം പ്രണവമന്ദിരം കീർത്തനപ്രിയം നന്ദൂര് പോണം. ഇത് കണ്ടിട്ട് നന്ദൂര് ഒരു രക്ഷയില്ല. പോണം പോണം പോകും. പോണം നന്ദൂര്. നന്ദൂര് കൊല്ലല്ലേ പോയിട്ടുള്ളൂ.
പേടിക്കണ്ട, അടുത്തത് നമുക്ക് സംക്രമമൊക്കെ കണക്കായിട്ട് വരുമ്പോൾ പോവാം. ഇവിടെ വന്നത് കണ്ടിട്ട് എനിക്ക് അച്ഛനെ പോലെ നിൽക്കുക കളിയില്ല. ഹരിവരാസനോട് കേട്ടപ്പോ മൊത്തം ഇടിങ്ങി പൊളിഞ്ഞ് പാട്ടുപാടി പാട്ടുപാടി പൊളിച്ച് തകർത്ത് ഇടക്കിടക്കൊക്കെ വെള്ളിയൊക്കെ വീണാ. കുറച്ച് പ്രാക്ടീസ് കുറവുണ്ടാ? തൊണ്ടില്ലേ? ദീപ് അതാണ് പ്രാക്ടീസ് ഇല്ലാത്ത. ആദ്യ സ്വാമിയാര് എന്നിട്ട് ഭക്ഷണം. ഓ ഭജന എങ്ങനെയുണ്ട്? അല്ല കൊറേ നിങ്ങൾ മറന്നുപോയി, തൊണ്ട കിട്ടിയില്ല ചേട്ടാ. ഇത് കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്ന കേട്ടാ. ഇതാ ഭജനയില് കൂടെ നിന്നിട്ട് അഴിക്കലുണ്ടല്ലേ, ഭജന ഉണ്ടല്ലേ? ഞാനും എന്റെ ശിഷ്യനും ഗുരു. ആ ബിബിസാമി പീസ് വിളമ്പണേ. നന്ദു നന്ദു നമ്മൾ ഇത്ര വേഗം ഉറക്കം വരാനായ? ഭക്ഷണം വെച്ചിട്ടേ ഉള്ളു. ബിരിയാണി അടിക്കണ്ടേ? പീസില്ലാന്നേ ഉള്ളു. വെജ് വിശന്ന് കത്തിരിക്കുമ്പോ വെജായാലും ഒരു മാളിയപ്പുറം. നിന്റെ മോളല്ലേ? അങ്ങനെ തന്നെ വേണോന്ന്. അങ്ങനെ തന്നെ വേണോന്ന്. ഇപ്പുറത്തേല വെച്ചിട്ട് അപ്പുറത്തേലേക്ക് നോക്കുന്നേ. സൈഡിലേക്ക് വെച്ചോളൂ. തൈര് വിശപ്പുണ്ട്. തൈരും പായസം. പായസം ഞാൻ കഴിക്കണപ്പോ പുള്ളിക്കാരത്ത് വിചാരിച്ച് ഇത് രണ്ടും നല്ല കൂമ്പിയാണോ ഒന്ന് വിശ്വസിച്ചേക്കല്ലേ. നമ്മള് ചേട്ടൻ വിളിക്കണ എന്റെ അമ്മ അതാ ഉരുണ്ടെല്ലാം പോകുന്ന സോയാബീന്റെ കഷ്ണമൊക്കെ നോക്കിട്ടോ. ആ മതി 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 കേട്ടോ. ഓക്കെ കൂടിപ്പോയാ കുറച്ച് അത് വേണ്ടായിരുന്നു. കിട്ടുന്നില്ലോ നേല് കാരണം. സോയാബീൻ്റെ ഒരു കഷ്ണം പോലില്ല. സഹിച്ചോ. അതെ അതിനാണ് ഈ മധുരം. പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇതാ ഒഴിഞ്ഞു. ഇപ്പം ഇതാ ബോക്സ് അഴിച്ച് ബോക്സ് നശിപ്പിച്ച്. അതാ ബോക്സ് പൊട്ടിച്ചാ. ഗുരു ശിഷ്യനും കൂടി ബോക്സ് പൊട്ടിച്ചിട്ടുണ്ടേ. തീരുമാനായി. ഒരു കയ്യബദ്ധം. ഗുരുവിനും പറ്റി ശിഷ്യനും പറ്റി. ഇതൊക്കെ കഴിച്ച് വെച്ചിട്ട് പോവാല്ല. പോണ്ടേ മൂന്നാള്. ആ ഇതിനെ ചെറുതിനെ ഫ്രണ്ടിലിരുത്തോ അല്ലേ? പണ്ട് ഞാനങ്ങനെയാണ് പെട്രോൾ ആ ടാങ്കുമ്മില കയറിയിരിക്കല്. അച്ഛൻ്റെ പണ്ടത്തെ ഹീറോ ഉണ്ട് പോലെ ആ ഫ്രണ്ടിലിരിക്കും. തല വലുതായതിന് ശേഷം അച്ഛൻ തലക്കിട്ടൊരു കൊട്ടോട്ടല താന്നിരിക്കുന്നത്. അങ്ങനെ ഭജൻസ് കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പുള്ളി ഇരുട്ട് വ്ളോഗാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. എങ്കിലും കത്തിക്ക്. അപ്പോൾ എന്തായാലും വെളിച്ചത്ത് തുടങ്ങി ഇരുട്ടത്ത് അവസാനിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും 10-10:30 ആയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗും ഇതാ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.